ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുന്നവരാണ് ഓരോ വിശ്വാസിയും. എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ നന്മ രുചിച്ചറിയത്തക്ക നിലകളിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചില കയ്പുകളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം. ഒന്നുറപ്പാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കർത്താവ് നല്ലവനെന്ന് വിളിച്ചു പറയത്തക്ക നിലകളിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഏതൊരാളിനും ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. എങ്ങും പറഞ്ഞിരിക്കുന്നത് അതിശയോക്തിയുടെ ഭാഷയിലല്ല. നടന്ന സംഭവങ്ങൾ അപ്രകാരം തന്നെ വിവരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുമല്ലോ. എന്നതുപോലെ തിരുവചനത്തിൽ ഒന്നും അതിശയോക്തിയായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഇന്നലെ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നല്ലവനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചേർന്ന് നടക്കാൻ കുറെ കൂടി ശ്രമിക്കാം. ഓരോരുത്തരെയും കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി 121 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സാധാരണ മിക്കവാറും എല്ലാ സങ്കീർത്തനത്തിൻ്റെയും ആദ്യം ഒരു തലക്കെട്ട് കൊടുക്കും. അത് എഴുതിയത് ആരാണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് തലക്കെട്ടൊന്നുമില്ല, ആരോഹണ ഗീതങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഒന്നുറപ്പാണ്, കർത്താവിനെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ നല്ലോണം രുചിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ആരോ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലും ഏറ്റവും കഷ്ടത നിറഞ്ഞ നാളുകളിലും നമുക്കൊരു സഹായം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. കാരണം ആരും നമ്മെ സഹായിക്കാൻ വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തപ്പോൾ, ആരുടെയും കരങ്ങൾ നമ്മുടെ അടുക്കലേക്ക് നീട്ടപ്പെടുകയില്ല എന്ന ചിന്തയിൽ നാം ആയിരിക്കുമ്പോൾ, തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ കണക്കുകൂട്ടലിനപ്പുറമായ ഒരു കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാം അവരെ ഒരിക്കലും മറക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ആളുകളുണ്ട്, അവർ അത്യാപത് ഘട്ടങ്ങളിൽ നമ്മെ വിട്ടുപൊക്കളയും. നമ്മുടെ കേരളക്കരയിൽ പ്രചരിച്ചിരിക്കുന്ന നാടോടി കഥകളിൽ ഒന്ന് ഇങ്ങനെയാണ്. 2 സുഹൃത്തുക്കൾ ഒരു യാത്ര പോയി. വളരെ പണ്ട് നടന്ന സംഭവമാണ്. ഇന്നത്തെ പോലെ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. വനാന്തരങ്ങളിലൂടെയാണ് യാത്ര. അവർ യാത്ര പോക വഴിയിൽ ഒരു കരടിയുടെ മുമ്പിൽ ചെന്നുപെട്ടു. 2 പേരും എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് വല്ലാതെ ഉത്കണ്ഠകുലരായി. എന്നാൽ ഒരുവൻ നല്ലോണം മരം കയറ്റം വശമുള്ളയാളാണ്. ഓടി ഒരു വലിയ ഉയർന്ന മരത്തിൻ്റെ മുകളിൽ കയറിയിരിപ്പായി. മറ്റേയാളാകട്ടെ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ തന്നെ കിടന്നു, ചത്ത പോലെ കിടന്നു. ആ കരടി ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ആപാദചൂടം ഒന്ന് മണപ്പിച്ചു നോക്കി. മരിച്ചു പോയതായിരിക്കും, ശവമായിരിക്കുമെന്ന് വെച്ച് അയാളെ ഇട്ടിട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോൾ മരത്തിന് മുകളിൽ കയറിയിരുന്ന മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ഇയാളെ കരടി ഒന്നും ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്ന് കണ്ടിട്ട് എന്തോ അവിടെ സംഭവിച്ചല്ലോ. കരടി അയാളുടെ അടുക്കൽ ചെന്നിട്ട് അയാളുടെ ചെവിയൊക്കെ മണപ്പിച്ച് നോക്കുന്നു. അപ്പോൾ എന്തോ സംസാരിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് അയാളോട് ചോദിച്ചു, നിന്റെ അടുക്കൽ ആ കരടി എന്തോ സംസാരിക്കുന്ന പോലെ തോന്നി, എന്താണ് സംസാരിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കരടി എന്നോട് പറഞ്ഞ ഇത്രയുമേ ഉള്ളൂ, ആപത്തിൽ ഉപകരിക്കാത്ത കൂട്ടുകാരനെ ഒരിക്കലും വിശ്വസിക്കരുത്. സഹായം കൊടുക്കേണ്ട സമയങ്ങളിലാണ് സഹായം കൊടുക്കേണ്ടത്. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. അവർക്കറിയാം ആരെ സമീപിച്ചാൽ ഏതെങ്കിലും നിലയിൽ അവരെ കബളിപ്പിക്കാൻ കഴിയുമെന്ന്. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു വട്ടമല്ല, പലവട്ടം പല നിലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നിങ്ങനെയാണ്. ഒരു മനുഷ്യൻ പടിഞ്ഞാറൻ നാടുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു തൂമ്പ, അത് ഒട്ടിത്തൂമ്പ എന്നാണ് പറയുന്നത്, ആ തൂമ്പായും തോളി വെച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു സഹായം തരണം, രാവിലെ മുതൽ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക, ഒരു സ്ഥലത്തും എനിക്ക് ജോലി ലഭിച്ചില്ല, എന്തെങ്കിലും ഒരു സഹായം ലഭിക്കണം. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന്, എൻ്റെ സുഹൃത്തായിരുന്നു, അയാൾ എന്നെ പരിചയമുള്ള ആളാണ്, അയാൾ വേഗം എന്നെ കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു, കൊടുക്കരുതൊന്നും. ഈ മനുഷ്യൻ കുറേ നേരം എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് വിചാരിച്ച് അവിടെ നിന്നു. ഞാൻ കൊടുത്തില്ല. അയാൾ തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത്, നോക്കൂ, നമ്മൾ പാർക്കുന്ന ഈ ദേശത്ത് ഈ ഒട്ടിത്തൂമ്പാട് യാതൊരു ആവശ്യമില്ല. ഈ മനുഷ്യൻ്റെ സ്ഥിരം തൊഴിലാണിത്. ഈ തൂമ്പ ഇങ്ങനെ തോളി വെച്ചിട്ട് ഓരോരുത്തർ അടുക്ക് ചെല്ലും, എന്നിട്ട് ജോലിയില്ല, എന്തെങ്കിലും തരണമെന്ന് പറയും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഒരുപക്ഷെ ഇയാൾ ജോലിയില്ലാതെ അലഞ്ഞതുകൊണ്ടാണ് നമ്മുടെ അടുക്കൽ വന്നതെന്ന്. അങ്ങനെ കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. നോക്കൂ, സഹായം കൊടുക്കേണ്ടവർക്ക് സഹായം കൊടുത്തേ മതിയാകൂ. അത് നമ്മുടെ കടമയുമാണ്. സഹജീവികളെ ഒരിക്കലും മറന്ന് ജീവിക്കാൻ നമ്മളിടയാകരുത്.
എൻ്റെ ജീവിതാനുഭവത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ദൈവത്തെ സമീപിക്കുന്ന ഏതൊരു സമയങ്ങളിലും കൃത്യതയോടെ നമ്മെ സഹായിപ്പാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത നിലകളിലൊക്കെയുള്ള കയ്പുകൾ കുടിക്കേണ്ടി വരും. എങ്കിലും ഭാരപ്പെടരുത്, ദൈവം സഹായകനായി തന്നെ ഇറങ്ങി വരും. തക്ക സമയത്ത് അവൻ നമുക്ക് ആവശ്യമായ ആശ്വാസം തരിക തന്നെ ചെയ്യും. ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന താങ്കളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചെന്നിട്ട് സഹായം അഭ്യർത്ഥിക്കാം. സഹായം ഒരിക്കലും ദൈവം നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴികളിൽ സഹായത്തിനായി ഓടിയെത്തുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ കരം ഇന്നുവരെയും കൂടെയിരുന്നു. തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന അടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.